പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൽ നിന്നും സകല ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ കൂടി കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത്, ഇതാ ഞാൻ സകലതും നവീകരിക്കാൻ പോകുന്നു. ഈ മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സകലതും നവീകരിക്കാൻ പോകുന്നു. ദൈവം പുതുക്കിപ്പണിയാൻ പോകുന്നു. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഇത് വിശ്വസിക്കുക. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ പുതുക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുക. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എല്ലാം ദൈവത്തിന് നവീകരിക്കാൻ സാധിക്കും. ഇന്നുവരെയുള്ള ഒരു ജീവിതമല്ല, ഈ മാസം ദൈവം നിങ്ങളുടെ ജീവിതത്തെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും ഹീലിംഗ് പ്രേയേഴ്സിനോടൊപ്പം നിൽക്കുക. നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതത്തിൽ കർത്താവെ എല്ലാം നവീകരിക്കണമേ. എൻ്റെ പഴയകാല ജീവിതത്തെ ഞാൻ മാറ്റുന്നു. ഈ ഒരു പുതിയ തുടക്കം ഈ മെയ് മാസം മുതൽ നിങ്ങൾ തുടങ്ങുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ നവീകരിക്കും. അത് സ്വീകരിക്കുക, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഇന്ന് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19 അവസാനവും 20-ാം വാക്യവും ഞാൻ വായിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, അനുതപിക്കുക, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്തു വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്നു. ആ സ്വരം ശ്രവിക്കാൻ നമുക്ക് കാതോർക്കാം. പഴയ നിയമത്തിൽ ഇപ്രകാരം ഒരു സംഭവം നടന്നു. സാമുവേൽ പ്രവാചകൻ, ബാലനായ സാമുവേൽ പ്രവാചകൻ ഏലിയുടെ ശിഷ്യനായിരുന്നപ്പോൾ ദൈവം ആ മകനെ വിളിച്ചു, സാമുവേൽ സാമുവേൽ. സാമുവേൽ വിളി കേട്ടു, എന്നാൽ ഓടിപ്പോയത് ഏലിയുടെ അടുത്തേക്കാണ്. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. വീണ്ടും സാമുവേലിനെ ഉറങ്ങാൻ വിട്ടു. സാമുവേൽ വീണ്ടും സ്വരം ശ്രവിച്ചു, സാമുവേൽ സാമുവേൽ. സാമുവേൽ വിളി കേട്ടു, എന്നാൽ വീണ്ടും ഓടിച്ചെന്നത് ഏലിയുടെ അടുത്തേക്കാണ്. ഗുരു, അങ്ങനെ വിളിച്ചായിരുന്നു. ഇല്ല, നീ ഉറങ്ങുക. മൂന്നാമതും സ്വരം കേട്ടു. സാമുവേൽ ഇതുപോലെ തന്നെ ചെയ്തു. ഇപ്പോൾ ഏലിക്ക് മനസ്സിലായി, സാമുവേലിനെ വിളിച്ചത് കർത്താവാണ്. ഏലി പറഞ്ഞു, മകനെ, ഇനിയും നീ ആ സ്വരം ശ്രവിക്കുമ്പോൾ, ഇതാ കർത്താവേ, നിന്റെ ദാസൻ കേൾക്കുന്നു, അവിടുന്ന് സംസാരിച്ചാലും എന്ന് നീ പറയുക. സാമുവേൽ വീണ്ടും ഉറങ്ങാൻ കിടന്നു. കർത്താവ് വിളിച്ചു. കർത്താവ് സാമുവേലിന്റെ ജീവിതത്തെ നവീകരിക്കാനായി പുതിയ കാര്യങ്ങൾ, ദൈവത്തിന്റെ മനസ്സിലുള്ള പദ്ധതികൾ സാമുവേലിന് വെളിപ്പെടുത്തി കൊടുത്തു ആ രാത്രിയിൽ. ഇന്ന് ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ കർത്താവ് നവീകരിക്കാൻ പോകുന്നു. ഇന്ന് നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിക്കുന്നു, മകനെ, മകളെ, നീ എൻ്റെ സ്വരം ശ്രവിക്കുക. വചനം പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. The sheep will hear the shepherd's voice. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. ഇന്ന് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നാം കേൾക്കാൻ തയ്യാറാകുക. കർത്താവ് പറയുന്നു, മകനെ, മകളെ, നിന്റെ ഹൃദയത്തിൽ ഞാൻ മുട്ടി വിളിക്കും. നീ എൻ്റെ സ്വരം ശ്രവിച്ച് അത് തിരിച്ചറിഞ്ഞ് നീ എനിക്ക് വേണ്ടി നിന്റെ ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കും. നിന്റെ ജീവിതത്തെ ഞാൻ നവീകരിക്കും. പഴയതെല്ലാം മാറും. ഒരു പുതിയ ജീവിതം, ഒരു ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കടന്നു വരാൻ സമയമായി. ഒരു പുതിയ ജീവിതം കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. വിശ്വസിക്കുക, കാത്തിരിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായി നവീകരിക്കും.
ഇന്ന് ദൈവത്തിന്റെ സ്വരം നാം ശ്രവിക്കുമ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം ഓടിച്ചെല്ലേണ്ടത് പരിശുദ്ധാത്മാവിലേക്കാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് വർഷിച്ചിട്ടുണ്ട്. ആ ആത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ, ദൈവസ്വരം ശ്രവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനും നമ്മെ പഠിപ്പിച്ചു തരുന്ന വ്യക്തിയുമാണ്. യേശു പറഞ്ഞതെല്ലാം നമ്മെ പഠിപ്പിച്ചു തരികയും നമ്മെ ഓർമ്മിപ്പിച്ചു തരികയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനോട് നാം പറയുക, പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവസ്വരം ശ്രവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവസ്വരം ശ്രവിക്കുവാനും അത് മനസ്സിലാക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. ദൈവം എന്നെ വിളിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാൻ എന്നെ സഹായിക്കണമേ. ഞാൻ ദൈവത്തിനു നേരെ അടച്ചിട്ടിരിക്കുന്ന എൻ്റെ ഹൃദയവാതിലുകളെ തുറക്കാനായി ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ എൻ്റെ കാതുകളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിനു വേണ്ടി എൻ്റെ ഹൃദയവാതിലെ തുറക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ പരിശുദ്ധാത്മാവെ, എന്നെ സഹായിക്കണമേ. ഈ ഒരു മാസം പരിശുദ്ധാത്മാവിന്റെ സഹായം തേടി ദൈവസ്വരത്തിന് കാതോർക്കുക. ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നിങ്ങൾ ദൈവസ്വരം ശ്രവിച്ചിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നവീകരിക്കപ്പെടുന്നതിനു വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിനു വേണ്ടി, നിങ്ങളുടെ ജീവിതം നവീകരിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവെ, ദൈവസ്വരം ശ്രവിക്കുന്നതിനും ആ സ്വരം ശ്രവിച്ച് എൻ്റെ ഹൃദയവാതിൽ തുറക്കുന്നതിനും എന്നെ സഹായിക്കണമേ. എൻ്റെ ദൈവം, എൻ്റെ രക്ഷകനായ ദൈവം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച്, എൻ്റെ കുടുംബത്തിൽ പ്രവേശിച്ച്, എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ നവീകരിക്കുന്നതിനു വേണ്ടി, എല്ലാം പുനഃക്രമീകരിക്കുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവെ, ദൈവസ്വരം ശ്രവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിന്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഈ മാസം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി ഹൃദയത്തെ തുറക്കാം, പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, എൻ്റെ ഹൃദയവാതിൽ നിനക്ക് നേരെ അടച്ചിട്ടിരുന്ന, അനേക നാളായി നിനക്ക് നേരെ അടച്ചിട്ടിരുന്ന എൻ്റെ ഹൃദയവാതിലിനെ ഇന്ന് ഞാൻ തുറക്കുന്നു. നിനക്ക് നേരെ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു തരുന്നു. നിന്റെ സ്വരം ശ്രവിക്കുവാനും ആ സ്വരത്തിന് സാമുവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഉവ്വ് കർത്താവേ, ഇതാ നിന്റെ ദാസൻ, നിന്റെ ദാസി നിന്നെ ശ്രവിക്കുന്നു, നീ സംസാരിച്ചാലും എന്ന് പറഞ്ഞതുപോലെ എനിക്കും ഇന്ന് പറയുവാനും, എൻ്റെ കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ എനിക്കും പറയാൻ ഇന്ന് പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ. പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് അയക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ച് ദൈവസ്വരം ശ്രവിക്കുവാനും ആ സ്വരത്തിന് ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ദൈവത്തെ എൻ്റെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ മെയ് മാസം മുഴുവനും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കടന്നു വന്ന് എല്ലാം നവീകരിക്കപ്പെടുന്നതിനും കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ മാസം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കുന്നതിനും കർത്താവ് കൃപ നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും ഈ ഒരു മാസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന എല്ലാവരോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ വീഡിയോകൾ നിങ്ങൾ ആവർത്തിച്ച് കാണുക, നിങ്ങളിത് ഷെയർ ചെയ്യുക. അനേകർക്ക് ഈ പ്രാർത്ഥന, ഈ ദൈവവചനം പ്രയോജനപ്പെടും. ദൈവത്തെ മഹത്വപ്പെടുത്താൻ, പ്രകീർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോകൾ ഷെയർ ചെയ്യാം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. God bless you.